നമസ്കാരം, ഫെദർജി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പല്ലിലെ അണുബാധയ്ക്കുള്ളൊരു മരുന്നുമായിട്ടാണ് വന്നത്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ പല്ലിലെ അണുബാധ, പല്ലുവേദന ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യേണ്ടതാണ്. ഇതിപ്പോ പറയുന്നത് പല്ലിലെ അണുബാധയ്ക്കുള്ള ഒരു മരുന്നാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ വെള്ളം ചൂടാക്കേണ്ടതാണ്. വെള്ളത്തിൽ ചൂടാക്കുന്ന സമയത്ത് കല്ലുപ്പിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയിട്ട് ചെറു ചൂടോടുകൂടി ഗാർലിക്ക് ചെയ്യുക. ഒരു 3 വട്ടം ഗാർലിക്ക് ചെയ്യുന്നതാണ്. നന്നായിട്ട് വായിൽ വെള്ളം പിടിച്ചിട്ട് തുപ്പിക്കളയുക. എന്നിട്ടാണ് ഈ മരുന്ന് ഉപയോഗിക്കേണ്ടത്. പിന്നെ പല്ല് വേദന ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും 2 നേരം ബ്രഷ് ചെയ്യുക, രാവിലെയും വൈകിട്ടും. എന്നിട്ട് ഈ മരുന്ന് ഉപയോഗിക്കാൻ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയണ്ട, നേരെ വീട്ടിലേക്ക് പോവാം. താങ്ക് യു. നൈസായിട്ട് പൊടിച്ചെടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിക്കാൻ പൗഡർ കിട്ടുന്നതാണ്. അതിനായിട്ട് നല്ലത് നിങ്ങൾ ചുക്ക് മേടിച്ചിട്ട് നന്നായി ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. ചുക്ക് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ ഒരു ബൗളാണ്. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണാണ്. പിന്നെ വേണ്ടത് ഒരു കർപ്പൂരാണ്. ഓക്കെ, പല്ലിലെ അണുബാധയ്ക്കുള്ള മരുന്നാണ് ഞാൻ പറയുന്നത്, വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ എടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂണ് ചുക്കുപൊടിയാണ്. 1/2 ടീസ്പൂൺ ചുക്കുപൊടി എടുക്കുക. എന്തെങ്കിലും കട്ട എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. കട്ട കാര്യങ്ങൾ എന്തുണ്ടെങ്കിലേ നന്നായിട്ട് പൊടിച്ചെടുക്കുക. നിങ്ങൾ ഗ്രൈൻഡിൽ അത് ചൂടാക്കിയിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പൊടി കിട്ടും. ചെറിയ ചൂടാക്കി പൊടിക്കുകയാണെങ്കിലേ. പിന്നെ അതിലേക്കൊരു കർപ്പൂരം ഇടുന്നതാണ്. ഒരു കർപ്പൂരം ഇടുക. ഇത് പല്ലിലെ അണുബാധയ്ക്കുള്ള മരുന്നാണ് ഞാൻ പറയുന്നത്, വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു 2 കർപ്പൂരം ഇടേണ്ടി വരും. രണ്ട് കർപ്പൂരം ഇട്ടിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഓക്കെ, നന്നായിട്ടത് ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കുക. ഇതിലിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ചുക്ക് പൊടിക്കുന്നത് നന്നായിട്ട് ചൂടാക്കിയിട്ട് വേണം പൊടിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് പാക്കറ്റിൽ നമുക്ക് കിട്ടും. പാക്കറ്റ് നല്ലത് നിങ്ങൾക്ക് കട്ട മേടിച്ചിട്ട് പൊടിക്കുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം എവിടെയാണോ നിങ്ങൾക്ക് അണുബാധ ഉള്ളത്, ഇപ്പോൾ പല്ലിൽ എല്ലായിടത്തും ഉണ്ട്. ചിലവർക്ക് അണക്കെട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അണപ്പല്ലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നന്നായിട്ട് പല്ല് തേക്കുക. ഫുള്ളായിട്ട് നന്നായിട്ട് പല്ല് തേക്കുക. 2 നേരം ചെയ്യണം ഈ ചികിത്സ, എങ്കിലേ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ വെള്ളം ഗാർലിക്ക് ചെയ്ത് തുപ്പിക്കളയേണ്ടതാണ്. ഓക്കെ, ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7 ദിവസം കണ്ടിന്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അണുബാധ കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. ഓക്കെ, താങ്ക് യു.